അല്ല മക്കളുമാരെ, നമുക്ക് കൊഞ്ചും മാങ്ങായും മുരിങ്ങയ്ക്കായും കൂടെ കറി വെക്കാം. കൊഞ്ചെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവാൻ വെക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേവാൻ വെച്ചിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങായും കുഞ്ഞുള്ളിയും, നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ലേശം മുളക് പൊടിയും ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അരച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്കായും മാങ്ങായും പച്ചമുളകും കരിയാപ്പിലയും ഇട്ട് വേവാൻ വെക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരപ്പ് റെഡിയാക്കി ഒഴിച്ചു കൊടുക്കാം. അരപ്പെല്ലാം ഒഴിച്ച് ലേശം തിളപ്പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വെക്കാം. ഉപ്പെല്ലാം ഇട്ട് തിളപ്പരുവാകുമ്പോഴത്തേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ എല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുള്ളിയും വറ്റൽമുളകും ഇട്ട് കരിയാപ്പില ഇട്ട് നമുക്ക് കടുക് താളിച്ച് 5 മിനിറ്റ് വരെ മൂടി വെച്ചേക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.